നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരുതൂർക്കുളങ്ങര ശ്രീ മഹാദേവർ ക്ഷേത്രത്തിന് സമീപമുള്ള സത്രം പൊളിച്ചു നീക്കാനുള്ള ക്ഷേത്രം ഭാരവാഹികളുടെ നീക്കം ജില്ലാ കളക്ടർ തടഞ്ഞു. കൊല്ലവർഷം 1117 തിരുവിതാംകൂർ ഗവൺമെന്റ് പഞ്ചാംഗത്തിൽ കേരളത്തിൽ 48 സത്രങ്ങളുള്ളതായി രേഖകൾ കാണിക്കുന്നു. ഇതിൽ 25ാമതായി പ്രതിപാദിച്ചിരിക്കുന്നത് മരുതൂർക്കുളങ്ങര സത്രമാണ്. ഇത്തരം സത്രങ്ങൾ PWD റെസ്റ്റ് ഹൗസുകളായി വഴിമാറിയെങ്കിലും ബാക്കിയുള്ള സത്രങ്ങൾ ഇന്നും സംരക്ഷിത സ്മാരകമായി നിലനിർത്തിയിരിക്കുകയാണ്. എൻ്റെ സ്മരണകൾ എന്ന കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂരിയുടെ പുസ്തകത്തിലും ഇതിനുള്ള ആധികാരിക രേഖകൾ കാണാം. എന്നാൽ ഇത്തരം ഉത്തരവുകളോ രേഖകളോ പാലിക്കാതെയാണ് ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സത്രം പൊളിച്ചു നീക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. കരുനാഗപ്പള്ളി ഏരിയയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. ആ ക്ഷേത്രത്തോടൊപ്പം നിലനിൽക്കുന്ന കാലപ്പഴക്കമുള്ള ക്ഷേത്രസത്രം, രാജഭരണകാലത്ത് വഴിയമ്പലമായിട്ട് പണികഴിപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രസത്രം പൊളിച്ചു നീക്കി കോൺക്രീറ്റ് കൂര പണിയുന്നതിന് വേണ്ടി ഇവിടുത്തെ ക്ഷേത്രഭരണസമിതി ഏകപക്ഷീയമായി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആർക്കിയോളജിക്കൽ വകുപ്പിന് പരാതി നൽകുകയും നമ്മുടെ ക്ഷേത്രത്തിന് പടിഞ്ഞാറേസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സത്രം പൊളിച്ചിട്ട് അവിടെ ഒരു ഓഡിറ്റോറിയം ഊട്ടുവരെ പണിയാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അപ്പം നേരത്തെ ഇരുന്ന ഭരണസമിതി തന്നെ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അപ്പോൾ അവിടെ ഹോമിയോ ആശുപത്രി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നമ്മളത് തൽക്കാലത്തേക്ക് ആ ഒരു പ്രോജക്റ്റ് നിർത്തിവെക്കുകയാണ്. അപ്പോൾ ഈ ഹോമിയോ ഹോസ്പിറ്റലിൽ ഇവിടുന്ന് പോയ ശേഷം നമ്മൾ ഭരണസമിതി തീരുമാനമെടുത്ത് കാര്യം ക്ഷയിച്ച് ഇടിഞ്ഞു വീഴാറായ ഒരു സത്രമാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ക്ഷേത്രത്തിനില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്കവിടെ ഒരു ഊട്ടുവരെ പണിയുക എന്നുള്ളതായിരുന്നു ഈ ഭരണസമിതിയുടെ തീരുമാനം. ആദ്യം തന്നെ നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞിരുന്നു. പൈതൃക സംരക്ഷണത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ജില്ലാ കളക്ടറെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തി പൊളിച്ചുമാറ്റൽ പൂർണ്ണമായും നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.